വനിതാ ദിനത്തിൽ മേക്ക് ഓവർ ഫോട്ടോഷൂട്ടുമായി ഒരു കൂട്ടം മോഡലുകൾ. അടിച്ചമർത്തപ്പെട്ട ഇരുണ്ട കാലഘട്ടത്തിലെ ഓർമ്മപ്പെടുത്തലുകളുമായി ദേവദാസി സമ്പ്രദായത്തിലേക്കാണ് ഇവർ രൂപമാറ്റം നടത്തിയത്. ചരിത്ര ആരംഭം മുതൽ പുരോഹിതന്മാരുടെയും ഭരണാധികാരികളുടെയും അഭിലാഷങ്ങൾക്കൊപ്പം ചുവടുവയ്ക്കുകയും വഴിയിലെവിടെയോ വെച്ച് പുറന്തള്ളപ്പെടുകയും ചെയ്ത ഒരു വിഭാഗമാണ് ദേവദാസികൾ. തെക്കേ ഇന്ത്യയിലാണ് ഇവരുടെ ആവിർഭാവമെന്ന് ചരിത്രങ്ങൾ പറയുന്നു. കേരളത്തിലും ദേവദാസി സമ്പ്രദായം നിലനിന്നിരുന്നതായി ചരിത്ര പുസ്തകങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. തീം ബേസ് ഷൂട്ട് സ്ക്രിപ്റ്റ് റൈറ്റർ ജിമേഷ് കൃഷ്ണന്റെ തിരക്കഥയിൽ പ്രശസ്ത സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും മോഡലും ഗ്ലോബൽ യൂണിവേഴ്സൽ ബെസ്റ്റ് ക്യാറ്റ് വാക്ക് വിന്നറും ടൈറ്റിൽ വിവേഴ്സ് ഓഫ് മലയാളി ടൈറ്റിൽ വിന്നറും മോഡലിംഗ് ട്രെയിനറുമായ ഷംഷാദ് സെയ്ദ് താജും ചേർന്നാണ് ഫോട്ടോഷൂട്ട് ഒരുക്കിയത്. ദേവദാസി സമൂഹത്തിനെ ആസ്പദമാക്കിയാണ് ഗാന്ധാരം എന്ന ഒരു ഫോട്ടോഷൂട്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ നിരവധി മോഡൽസിനെ ഉൾപ്പെടുത്തിയാണ് ഈ ഫോട്ടോഷൂട്ട് ചെയ്തിരിക്കുന്നത്. പഴയ ഇരുണ്ട കാലഘട്ടത്തിൽ നിന്നും പുതിയ കാലഘട്ടത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ വളർച്ചയെ അടയാളപ്പെടുത്തിയാണ് ഈ ഫോട്ടോഷൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇരുണ്ട കാലഘട്ടത്തിലേക്കുള്ള തിരിഞ്ഞുനോട്ടം ലക്ഷ്യമിട്ടാണ് ഫോട്ടോഷൂട്ട് നടത്തിയത്. തീം ബേസ് ചെയ്തുള്ള ചിത്രീകരണത്തിൽ വ്യത്യസ്തത കണ്ടെത്തുന്ന ജിമേഷ് കൃഷ്ണൻ ഫോട്ടോഷൂട്ടിന് വേണ്ടി തിരക്കഥ ഒരുക്കിയപ്പോൾ മോഡലിംഗും നൃത്തകലയും സംഗീതവും സമന്വയിച്ച് വ്യത്യസ്ത അനുഭവമായി ഫോട്ടോഷൂട്ട് മാറി. 15ഓളം മോഡലുകൾ ഫോട്ടോഷൂട്ടിൽ പങ്കാളികളായി. At SR Fashions have endeavored to present before you a unique depiction of the life of Devdasis. Devdasis were women who were living in our country many years ago, and they were always, they had to dance in temples. They had no rights of their own, and they had to listen to many influential people, many rich men, women, and they absolutely had no voice at all. This was the age of darkness, and many years ago these women lived the life of poverty and darkness, and a lot of atrocities were committed against them. So here we are presenting to you Gandharam, which is which depicts the life of Devdasis, but in a very unique way. We have a fusion of fashion as well as dance in this depiction of their lives, and we are trying to get across to you, across to the world, across to our country, the people of our country, on Women's Day, the life that these women used to lead. And we have a backdrop that we have selected for this, which is in the north of Kerala, and it is a beautiful house, and it has got a history of 200 years. It's a 200-year-old history, and so here we are presenting to you Gandharam. I hope you all enjoy it. Have a good day. Bye-bye. ഷംഷാദ് സെയ്ദ് താജ്, ജിമേഷ് കൃഷ്ണൻ കൂട്ടുകെട്ടിൽ ഇതിനോടകം തീം ബേസ് ചെയ്തുള്ള അനവധി ഫോട്ടോഷൂട്ടുകൾ രാജ്യാന്തര തലത്തിൽ വരെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. കർഷക സമരം ശക്തമായ സമയത്ത് കർഷകർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എറണാകുളം ജില്ലയുടെ നെല്ലറയായ തോട്ടറ പുഞ്ചയിൽ നടത്തിയ ഫോട്ടോഷൂട്ടും രാജ്യാന്തര തലത്തിൽ വരെ ശ്രദ്ധ നേടി. പ്രമുഖ ഫാഷൻ, സിനിമ, മാസികകളടക്കം ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കുകയും നിരവധി പുരസ്കാരങ്ങളും ഷംഷാദ് സെയ്ദ് താജിനെയും ജിമേഷ് കൃഷ്ണനെയും തേടിയെത്തിയിട്ടുണ്ട്. ചലിക്കുന്ന ചിത്രങ്ങളെക്കാൾ ഉപരി നിശ്ചല ദൃശ്യങ്ങൾക്ക് ഒരുപാട് കഥകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ള കണ്ടെത്തലാണ് ജിമേഷ് കൃഷ്ണൻ എന്ന തിരക്കഥാകൃത്തിനെ തീം ബേസ് ഫോട്ടോഷൂട്ടുകളിലൂടെ വ്യത്യസ്തനാക്കുന്നത്. ഗ്ലോബൽ യൂണിവേഴ്സൽ ബെസ്റ്റ് ക്യാറ്റ് വാക്ക് വിന്നറും ടൈറ്റിൽ വിവേഴ്സ് ഓഫ് മലയാളി വിന്നറുമായ ഷംഷാദ് സെയ്ദ് താജ് SR ഫാഷൻസ് ഓഫ് ഈവൻറ്റ്സ് എന്ന കമ്പനിയുടെ ഡയറക്ടർ കൂടിയാണ്. നിരവധി പ്രതിഭകളെ ഫാഷൻ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുന്നതിൽ ഷംഷാദ് സെയ്ദ് താജ് എന്ന വനിതാരത്നം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. കൊച്ചുകുട്ടികൾ മുതൽ വീട്ടമ്മമാർ വരെ ഷംഷാദ് സെയ്ദ് താജിന്റെ ശിഷ്യഗണങ്ങളാണ്. ന്യൂസ് ഡെസ്ക് AM ന്യൂസ് നെറ്റ്വർക്ക്, കേരള.